Watch full episodes on Jio Hotstar. അത് കണ്ടോ ഹെലികോപ്റ്റർ. എന്തിനാണ് നിങ്ങൾ സ്പ്രേ ചെയ്യുന്നത്? ഇത് മയക്കുമരുന്ന. കുറച്ച് കഴിയുമ്പോ എല്ലാം നോർമൽ ആകും. ഞാൻ വീണു. നിങ്ങളൊക്കെ ആരാ? എല്ലാവരും വിട്ടയക്കേ. നിങ്ങൾക്ക് ഞാനൊരു പണി തരുന്നുണ്ട്. ഹലോ ലഡു സിംഗ് സാറേ, കുറച്ച് ആൾക്കാരെ ഹെലികോപ്റ്ററിലൊക്കെ വന്ന ആൾക്കാരെയൊക്കെ ബോധം കെടുത്തി കൊണ്ടുപോവാ. അല്ല ഇതെവിടുന്നാ പെട്ടെന്നൊരു പോക? എനിക്കും പണി കേട്ട്. ഹലോ, എന്ത് പറ്റി? ഹലോ, ഒന്ന് പറ. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു വഴിയില്ലാന്ന്. ഹലോ ശിവ, പറയൂ ലഡു സിംഗ് സർ. മാർക്കറ്റിലെ എല്ലാരും ബോധം കെടുത്തി അവരെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നു. സർ വിഷമിക്കേണ്ട സർ, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് എത്താം. നീ എവിടെയാണ് ബേഡറാം? വേഗം വണ്ടി എടുക്ക്, നമുക്ക് ഉടനെ മാർക്കറ്റിൽ പോകണം. ഓക്കേ സാർ. അങ്കിൾ, എല്ലാവരും മര്യാദക്ക് വിട്ടേക്ക്. ഏ കുട്ടി, മര്യാദയ്ക്ക് പോയിക്കോ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, മുത്തശ്ശന് ഹെലികോപ്റ്ററിലുണ്ട്. ഇന്നാ മോനെ പിടിച്ചോ. എല്ലാവരും ചെന്ന് ഹെലികോപ്റ്ററിൽ കയറാൻ നോക്ക്. എത്രയും പെട്ടെന്ന് ശിവ ഇവിടുന്ന് കൊണ്ടുപോകണം. ആശുപത്രിയിൽ എത്തിക്കണം. എന്ത് പറ്റി ശിവയ്ക്ക്? എവിടെ പോയി അവന്മാര്? ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ലഡു സിംഗ് സാറേ, ശിവ ബോധം കെട്ട് പോയി. എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. വന്നേ, വരൂ. എന്റെ അമ്മ. സ്വാഗതം സ്വാഗതം സ്വാഗതം. റാണ ജംഗ് ബഹാദൂറിന്റെ ഫാമിലി ഐലൻഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആരാ നിങ്ങളൊക്കെ? എല്ലാവരും വിട്ടയക്കേ. ഞങ്ങളല്ലേ എല്ലാവരെയും പിടിച്ചോണ്ട് വന്നത്. നിങ്ങളാണ് നിന്നിട്ട് സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രായം കൂടുതലായല്ലോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്പെഷ്യലായിട്ട് സ്വാഗതം ചെയ്തേനെ. ഞാനാണ് ഈ ഐലൻഡിന്റെ ഓണർ. ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും എന്റെ ഫാമിലി മെമ്പറാണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ സ്ഥലം മുഴുവനും എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, അറിയോ? നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ പരമസുഖമായിട്ട് ജീവിക്കാം. വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിചയമുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിച്ചോളൂ. നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു കൂട്ട കുടുംബമായി ജീവിക്കാം. എനിക്കിവിടെ താമസിക്കണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോണം. ആ ഒരു മുതിർന്ന പൗരൻ ഇവിടെ നിന്ന് പോകാം. ആ മുത്തശ്ശന്റെ കൂടെ ഞങ്ങളും പോവും, കാരണം ഞങ്ങൾ അയൽക്കാരാണ്, അറിയോ? ശരി, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയിക്കോളൂ.
ഞാൻ ആരെയും നിർബന്ധിക്കാൻ പോകുന്നില്ല. ശങ്കര, ഇവർക്ക് പോകാൻ ആ റബ്ബർ ബോട്ടൊന്ന് കൊടുക്കൂ എന്റെ ഇഷ്ട. നല്ലപോലെ തിരിച്ചയക്കണേ. ബൈ ബൈ. ഭാഗ്യത്തിന് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ഇനി ഒരിക്കലും ഇവിടെ വരരുത്. സ്വാമി, വേഗമാവട്ടെ. എന്തായാലും നന്നായി. ഇനി നമ്മൾ വേദ സിറ്റിയിൽ എത്തിച്ചേരും. അയ്യോ, അതാ സ്രാവിനെ കണ്ടോ? അത് നമ്മളെ പിടിക്കാൻ വരിക. ഒരുപാട് സ്രാവുകളാണല്ലോ നമ്മളെ ചുറ്റി കറങ്ങുന്നത്. ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ. അവിടെ ആ കടലിൽ സ്രാവുണ്ട്. നല്ലോ വനമാലകൾ. ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. റാണ ജംഗ് ബഹാദൂറിന് തർക്കിക്കുന്നത് ഇഷ്ടമല്ല മക്കളെ. അതുകൊണ്ട് തന്നെ വേഗം പറഞ്ഞോളൂ, എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തവരാരാണെന്ന്. ഞാനിവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് കൊള്ളാം കൊള്ളാം. ഇന്നു മുതൽ ഞാനില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഒരാഘോഷവുമില്ലല്ലോ. നിങ്ങളെല്ലാവരും എന്റെ ഫാമിലിയാണ്. ഇനി ഞാനാണ് നിങ്ങളുടെ നേതാവ്. ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും കഴിവുകൾ ഞാൻ നോക്കി പല പല ജോലികൾ ഞാൻ തരുന്നതായിരിക്കും. എന്തേ, സമ്മതമാണോ? പറയൂ. ഹാപ്പി ആയിട്ട് നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. ഇവരൊക്കെ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇനി ഇവിടെയുള്ള തൊപ്പികളെടുത്ത് എല്ലാവരും അവരവരുടെ തലയിൽ അണിയൂ. ഇതിൽ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പപ്പോഴുള്ള ന്യൂസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. പിന്നെ ഈ തൊപ്പിയെങ്ങാനും ആരെങ്കിലും തലയിൽ നൂരിയാൽ അവന്റെ ജീവിതം കൊഞ്ഞാട്ട. എനിക്ക് വയ്യ. ലഡു സിംഗ് സർ, ആ ഹെലികോപ്റ്റർ ഈ ഡയറക്ഷനിലാണ് വന്നത്. ചിലപ്പോ അവിടെ ഒരു ഐലൻഡ് ഉണ്ടാവാനാണ് സാധ്യത. ലഡു സിംഗ് സർ, അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു ഐലാൻഡും കുറെ ദൂരത്തിലേക്ക് കാണുന്നില്ല. യെസ്, അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ മുകളിൽ പറക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത് തന്നെയാവും ഐലാൻഡ്. അവിടെ എല്ലാരും തന്നെയുണ്ട്. ശിവ, സന്ധ്യയായി കഴിഞ്ഞു. ഇനി അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. പിന്നെ നമ്മള് മോട്ടോർ ബോട്ടിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ എഞ്ചിന്റെ ശബ്ദം കൊണ്ട് ചിലപ്പോ അവര് കേട്ട് മനസ്സിലാക്കും. ഡോണ്ട് വരി രേവ, അതിനുള്ള പണി എന്റെ അടുത്തുണ്ട് രേവ. ലഡു സിംഗ് സർ, ഈ മോട്ടോർ ബോട്ടിന്റെ എഞ്ചിൻ ഒന്ന് ഓഫ് ചെയ്തേക്കൂ. എന്നിട്ട് യൂണിഫോം ചേഞ്ച് ചെയ്ത് സാധാരണ ഒരു ഷർട്ട് ഇട്ടിട്ട് വന്നേക്കൂ. പോലീസ് വേഷത്തിൽ കണ്ടാൽ അവിടെയുള്ളവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഓക്കെ ശിവ. എന്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ്, എന്റെ ഫാമിലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മോർണിംഗ് എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ അവരുടെ കൈകൾ ഉയർത്തൂ.
തേജ, ഇവർക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി വേഗമാ റബ്ബറിന്റെ മോട്ടോർ ബോട്ട് തയ്യാറാക്കി കൊടുക്കൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാവണം. ഞങ്ങൾ പോയിക്കോളാം. കൊള്ളാം. വെരി ഗുഡ്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താഘോഷം എന്റെ മരങ്ങോടൻസ്? ഓടിക്കൂ, ഓടിക്കൂ. 1 2 1 2. ഓടിക്കങ്ങനെ ഓടിക്കോ, ഓടിക്കൊണ്ടേയിരിക്കൂ. അടിങ്ക അടിങ്ക അടിങ്ക. ഓടണ്ട, ശരിക്കും വിശ്രമിച്ചോളൂ. ഹോ ഹോ ആ മുത്തശ്ശ, സുഖാണ് മുത്തശ്ശ? ശിവ, ശിവ നീ വന്നോ? ഇനി നമ്മൾ രക്ഷപ്പെടും. നോക്ക്, ആ സംഗി റാണ ജംഗ് ബഹാദൂർ ഞങ്ങളെയൊക്കെ എന്താ ചെയ്തത്? എന്റെ ലഡു സിംഗ് സാറേ, വേഗമാ റാണ സിംഗ് ബഹദൂറിനെ അറസ്റ്റ് ചെയ്യേ. ആ രാക്ഷസിനെ കൊണ്ടുപോ പ്ലീസ്. അവൻ ഞങ്ങളായിട്ട് കൊല്ലുവാ. ഓ കൊള്ളാം. വേറെയും വിരുന്നുകാരെത്തിയിട്ടുണ്ടല്ലോ. ഷോപ്പ് നമ്പർ 45-ൽ എന്തോ ഒരു കള്ളത്തരം നടപ്പുണ്ട്. ഇയാൾ ആള് ഭയങ്കര സാധനമാണെന്ന് തോന്നുന്നു. എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുക ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ഷോപ്പ് നമ്പർ 45-ലുള്ള ആളിന് ഒട്ടും സന്തോഷമില്ലെന്ന് തോന്നുന്നു. സമയങ്ങൾ ഷോപ്പ് നമ്പർ 45 നിങ്ങളുടേതാണോ? എന്റെ അമ്മോ, അങ്ങനെയാണോ? എന്റെ റാഡൻ സാറേ, ഭയങ്കര സന്തോഷമായിരിക്കെ. സന്തോഷം കൊണ്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റണ്ടേ? ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാ. ഇവനാണ് മിടുക്കൻ. ഇപ്പോൾ ലഞ്ച് ടൈം ആണ്. എല്ലാവരും ഫാമിലി ടേബിളിന്റെ അടുത്തേക്ക് വരൂ. ലങ്ക ഡങ്ക, ചെന്നവരെ സ്വാഗതം ചെയ്യൂ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണേ ശിവ? ഇവര് സന്തോഷത്തിലല്ല, പേടിയാണ് ഇവർക്ക്. മുത്തശ്ശ, നിങ്ങൾ പൊയ്ക്കോളൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഹലോ ഓൾഡ് മോനെ, എന്താണ് കുട്ടിയുമായിട്ടൊരു കശപിശ? അങ്കിൾ, മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. ആണോ? എന്നാ പിന്നെ എനിക്ക് ബഹുമാനമൊക്കെ കുറച്ച് കുറവാ. നീ എങ്ങനെ ഇവിടെ വന്നു കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പെട്ടെന്ന് വരൂ. എവിടെങ്കിലും ഒളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അയാളുടെ പട്ടാളം തന്നെ നമ്മളെ വളയും. ഇത് നോക്കൂ, നമ്മൾ ക്ഷണിക്കാതെ തന്നെ കുറച്ച് അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന ഉടൻ തന്നെ ഇവരൊക്കെ അടിപിടി ഉണ്ടാക്കാൻ തുടങ്ങി. എന്റെ ഈ ഐലൻഡ് ഒരു നല്ല ഫാമിലി ഐലൻഡ് ആണ്. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും തല്ല് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ എന്റെ മുൻപിൽ വെച്ച് കാണിക്കണം. അങ്ങനെ എന്റെ മനസ്സൊന്ന് സന്തോഷിക്കുമല്ലോ. ഓക്കേ, സ്റ്റാർട്ട് ദ ഫൈറ്റ്. ശിവ, നീ ഇതിനോർത്ത് വിഷമിക്കരുത്. 4 അല്ല 8 പയൽവാന്മാര് വന്നാലും ലഡ്ഡു സിംഗ് ഇവരെ കണ്ട് പേടിക്കില്ല. ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഫൈറ്റിൽ ശ്രദ്ധിച്ചിരുന്നാ മതി. ഞാൻ എന്റെ പുറകെ തന്നെ ഉണ്ട്. മര്യാദക്ക് എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. അങ്കിൾ, അല്ല, ഈ അങ്കിൾ എങ്ങോട്ട് പോയി?
ഞാൻ സ്നേഹത്തിനെ മാത്രം കൊതിക്കുന്നവനാണ്, ഫൈറ്റിനെ അല്ല. ഞാനൊരു ഫാമിലി ഐലൻഡ് ഉണ്ടാക്കുകയാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവരും സന്തോഷത്തിലും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എല്ലാവരും സന്തോഷത്തിലല്ലേ? ഇല്ലെങ്കിൽ എല്ലാവരും തിരിച്ചു പോകൂ. ഇവര് പേടികൊണ്ട് പറയാണ്. നിങ്ങൾ എന്തോ പറഞ്ഞ് ഇവരെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. ഈ കുട്ടി എന്നെ പിന്തുടരുകയാണല്ലോ. ഈ കുട്ടിയെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. നിനക്ക് സത്യം എന്താണെന്നറിയോ? നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്റെ മനസ്സിൽ സന്തോഷമുണ്ടെന്നാണോ നീ വിചാരിക്കുന്നത്? ഇല്ല, ഞാൻ തനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ ആനന്ദം കണ്ട് ഞാൻ സ്വയം സന്തോഷിക്കുമായിരുന്നു. എനിക്കിതുപോലെ ഒരു കുടുംബവും കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ ഒരു ജീവിതം സ്വപ്നം കണ്ടു. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. ആരും തന്നെ എന്നെ സ്നേഹിച്ചില്ല. എല്ലാവരും എന്നെ വെറുത്തു. അങ്ങനെ എനിക്ക് ദേഷ്യം തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് പണമുണ്ടാക്കി ഈ ഐലൻഡ് സ്വന്തമാക്കുകയും ചെയ്തു. എന്നിട്ട് ഇവരെ എല്ലാവരെയും കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഒരു സ്വന്തം കുടുംബം എനിക്ക് വേണ്ടി രൂപപ്പെടുത്തി. പക്ഷെ ശിവ, നീ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് തരിപ്പണമാക്കി. അങ്കിൾ, എല്ലാവരും സ്നേഹിച്ചു വേണം വശീകരിക്കാൻ, അല്ലാതെ പേടിപ്പിച്ചിട്ടല്ല. സ്നേഹം കൊണ്ടാണ് ഫാമിലി ഉണ്ടാവുന്നത്, അല്ലാതെ പേടി കൊണ്ടല്ല. ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ശ്രമിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ എന്ത് പറയുന്നോ ഞാൻ അതുപോലെ തന്നെ അനുസരിക്കാം. ഐ എം സോറി. പണത്തിന്റെ മിടുക്ക് കൊണ്ട് ഞാനൊരു ഫാമിലി ഐലൻഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാ. ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ശിവ പറയുന്നത് പോലെ തന്നെ ഞാൻ ജീവിച്ചു കാണിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.